ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫിൽസ് ഡയമെൻഷൻസ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സ്വിച്ചസിനെ കുറിച്ച് പഠിക്കാം ആഫ്റ്റർ എഫക്ട്സിനുള്ളിലുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻ്റർഫേസിൽ ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഇൻ്റർഫേസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സോ കം ടു ലെഫ്റ്റ് സൈഡ് ഡൗൺ കോർണർ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, എക്സ്പാൻഡ് ടു കൊളാപ്സ് ദ ലെയർ സ്വിച്ചസ് പെയിൻ. ക്ലിക്ക് ചെയ്താൽ ഇതെപ്പോഴും ഓൺ ആക്കിയിട്ടേക്കുക. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഓൺ അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കിതിപ്പോൾ ഓണോ ഓഫ് എന്നുള്ള ഓപ്ഷൻ ആക്കാൻ പറ്റുന്നില്ല എന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു കോമ്പോസിഷൻ ഇല്ല. സോ വി ഗോ ബ്രിങ് എ കോമ്പോസിഷൻ. ഫയൽ ഓപ്പൺ പ്രോജക്റ്റ്. കണ്ടോ, ഒരു കോമ്പോസിഷൻ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് ഒന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഇവിടെ ഇനി ഓഫ് ആക്കി നോക്കാം, ആക്റ്റീവ് ആവും. കണ്ടോ, ഞാൻ ഈ ഒരു എക്സ്പാൻഡ് കൊളാപ്സ് ദ ലെയർ സ്വിച്ചസ് പെയിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ചില കാര്യങ്ങൾ ഇവിടെ ഹൈഡ് ആവുന്നുണ്ട്. എന്തൊക്കെയാണ് ഹൈഡ് ആവുന്നത്? ഈ ഒരു വാല്യൂസിൻ്റെ കാര്യങ്ങളെല്ലാം ഹൈഡ് ആവുന്നുണ്ട്. സോ വാട്ട് വിൽ ഹാപ്പൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നും ആനിമേറ്റ് ചെയ്യാനുള്ള വാല്യൂസ് കിട്ടില്ല. സോ വിൽ നോട്ട് ബി ഏബിൾ ടു ആനിമേറ്റ്. അപ്പോൾ അതുകൊണ്ട് ഇത് എപ്പോഴും മേക്ക് ഷുവർ ചെയ്യുക ഓൺ ആക്കി വെക്കാനായിട്ട്. എക്സ്പാൻഡ് കൊളാപ്സ് ദ ലെയർ സ്വിച്ചസ് പെയിൻ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കാണുന്ന ഈ ഒരു ഐറ്റം, സെക്കൻഡ് വൺ, എക്സ്പാൻഡ് കൊളാപ്സ് ദ ട്രാൻസ്ഫർ കൺട്രോൾസ് പെയിൻ. ട്രാൻസ്ഫർ കൺട്രോൾ പെയിൻ എന്ന് പറഞ്ഞാൽ മോഡ്സ് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. മോഡ്സ് ആൻഡ് ട്രാക്ക് മാറ്റ്. ഈ മോഡ്സ് ഇതായി കാണുന്നത് ബ്ലെൻഡിങ് മോഡ്സ് എന്ന് പറയും. കണ്ടില്ലേ, ഇതിൻ്റെ പെയിനും ട്രാക്ക് മാറ്റിൻ്റെ പെയിനും ഇത് രണ്ടും കൂടെ ഒരുമിച്ചുള്ള ഒരു പെയിനാണ് ഇത്. ഇത് ഓണാക്കി വെക്കാം. ഇത് അതിൻ്റെ ഓപ്ഷൻസ് അതാണ്. ആവശ്യമുള്ളതുപോലെ ഓണാക്കാം, ഓണാക്കാതിരിക്കാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. നെക്സ്റ്റ് തേർഡ് വൺ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് കൊളാപ്സ് ദ ഇൻ ഔട്ട് ഡ്യൂറേഷൻ സ്ട്രെച്ചസ് പെയിൻ. അപ്പോൾ ഇൻ ഔട്ട് ഡ്യൂറേഷൻ സ്ട്രെച്ച് പെയിൻ എന്ന് പറഞ്ഞാൽ അത് ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ടൈമുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടാവും. സോ വിൽ ഗോ ജസ്റ്റ് ക്ലിക്ക് ഓൺ ഇറ്റ്. കണ്ടോ, ഇൻ ഔട്ട് ഡ്യൂറേഷൻ സ്ട്രെച്ച് ഇതെല്ലാം ഇവിടെ കാണും. അപ്പോൾ ആവശ്യം അനുസരിച്ച് നമുക്കത് വേണ്ടപ്പം ഓണാക്കുക, വേണ്ടാത്തപ്പം ക്ലോസ് ചെയ്ത് അത്രയും സ്പേസ് നമുക്ക് ലാഭിക്കാം, ടൈം ലൈനിലുള്ള സ്പേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നെക്സ്റ്റ് കമ്മിങ് ടോപ്പിക്സിലും കമ്മിങ് ക്ലാസ്സസിലും എപ്പിസോഡ്സിലും നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നതാണ്. സോ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് പോയിന്റ്, പേരൻറ്റ് ആൻഡ് ലിങ്ക്. നമ്മൾ ഈ പേരൻറ്റ് ആൻഡ് ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഇവിടെ ഹൈഡ് ദിസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ അതൊന്നും കാണില്ല. സോ നമ്മളിവിടെ തിരിച്ചു വരാനായിട്ട് ഇങ്ങനെ ചിലപ്പോൾ നോർമലി ചിലരുടെ സിസ്റ്റത്തിൽ കാണും, ചിലരുടെ സിസ്റ്റത്തിൽ കാണത്തില്ല, അറിയാതെ ക്ലോസ് ആയി പോയതൊക്കെ ആയിരിക്കും കമ്പ്യൂട്ടറിൽ. അപ്പോൾ ഇൻ്റർഫേസിൽ അത് കണ്ടില്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോളംസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. കോളംസ് എന്നുള്ള ഓപ്ഷൻസിൻ്റെ ഉള്ളിൽ പേരൻറ്റ് ആൻഡ് ലിങ്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ കോളംസ് എന്നുള്ള ഓപ്ഷനുള്ളിൽ മോഡ്സ് തിരിച്ചു വന്നിട്ടുണ്ട്. ആൻഡ് വാട്ട് എവർ യു വാണ്ട്, വേണ്ട സ്വിച്ചസ് എല്ലാം അതുപോലെ ഓട്ടോമാറ്റിക്കലി തിരിച്ച് കിട്ടും. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ നോക്കി, മോഷൻ ബ്ലർ, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ, 3D ലെയേഴ്സ്, ഫ്രെയിം ബ്ലെൻഡിങ്, ഇഫക്ട്സ് എല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ അതൊന്നും കാണുന്നില്ലെങ്കിൽ നമ്മൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ ലോക്കിൻ്റെ ഓപ്ഷൻ, പിന്നെ ലെയറിൻ്റെ ആ ഒരു ആക്റ്റീവ് ആക്കുന്നതും വിസിബിൾ ആക്കുന്നതും ഹൈഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു കണ്ണിൻ്റെ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ആ ഒരു ഓഡിയോ മ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഐക്കൺ ഉണ്ട് അവിടെ. അതിൻ്റെയൊക്കെ ആ ഒരു ഏരിയയിൽ സ്ട്രെയിറ്റ് ലൈനിൽ എവിടെയെങ്കിലും ഫ്രീ സ്പേസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും, കോളംസ്, അതിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റും ഈ കാര്യങ്ങളെല്ലാം. ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു ഫൂട്ടേജ് ലിങ്ക് ആകുന്നില്ലെങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ എൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു കോമ്പോസിഷനകത്ത് എന്തെങ്കിലും ഒരു ഇമേജ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം എലമെൻറ്റ്സ് ലിങ്ക് പോയിട്ടുണ്ടെങ്കിൽ റീലിങ്ക് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അവിടെ ചെന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ ഉണ്ടാവും, ഇവിടെ റീപ്ലേസ് ഫൂട്ടേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യുക. റീപ്ലേസ് ചെയ്തിട്ട് കറക്റ്റ് ആക്കുക. എന്താ നോർമലി സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ ഫൂട്ടേജ് അല്ലെങ്കിൽ ആ ഒരു ഇമേജ് വേറെ ഏതെങ്കിലും ഫോൾഡറിലായിരിക്കും കിടക്കുന്നത്, അല്ലെങ്കിൽ അതിനെ റീനെയിം ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ പ്രോജക്റ്റിൽ നിന്ന് നമുക്ക് അങ്ങോട്ടുള്ള ഒരു ലിങ്ക് ഇല്ലാതാവും. അപ്പോൾ ഇല്ലാതാവുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ആ ഫയൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആവില്ല. അപ്പോൾ അവൈലബിൾ ആക്കണമെങ്കിൽ ചെയ്യേണ്ട രീതികളാണ് പറഞ്ഞത്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീപ്ലേസ് ഫൂട്ടേജ് എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അതേ ലിങ്ക് തന്നെയാണ്, പക്ഷേ ഇവിടെ കാണുന്നില്ലെങ്കിൽ റീലോഡ് ഫൂട്ടേജ് എന്ന് കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു കാര്യം അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് ഈ ഒരു ലിങ്ക്സിനെ റീസ്റ്റോർ ചെയ്യുന്ന രീതി ഇതുപോലെയാണ്. ഓക്കെ, ഇനിയുള്ളൊരു കാര്യം വെച്ചാൽ നമ്മൾ അറിയാതെ ഒരു ഫൂട്ടേജിനെ കയറി ക്ലിക്ക് ചെയ്തു, ഡബിൾ ക്ലിക്ക് ചെയ്തു എന്നൊക്കെ ഓപ്ഷൻ വരുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കണ്ടോ, നമുക്ക് ഇങ്ങനെയൊക്കെ 2-3 കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വിട്ടാൽ മതി, കുഴപ്പമില്ല. ഇപ്പോൾ ഇമേജ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഫൂട്ടേജായിട്ട് വരുന്നുണ്ട്. സോ അത് ക്ലോസ് ചെയ്താൽ മതി.
പഴയ പോലെ കോമ്പോസിഷൻ്റെ ഒരു വിൻഡോയിലോട്ട് തിരിച്ചു വരും. അതേപോലെ തന്നെ നമ്മൾ ടൈം ലൈനിൽ ഏതെങ്കിലും ഒരു ഇമേജിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വരുന്നത് വെച്ചാൽ ഇത് കണ്ടോ, ഇവിടെ ഒരു ടൈം ലൈൻ, എക്സ്ട്രാ ഒരു ടൈം ലൈൻ കൂടി ഇവിടെ ഉണ്ടാവും. ഈ എക്സ്ട്രാ ഒരു ടൈം ലൈൻ്റെ കൂടെ ഇൻ പോയിൻറ്റും ഔട്ട് പോയിൻറ്റും ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്കിപ്പോൾ ആവശ്യമില്ലാത്ത കാര്യമാണ്. കമ്മിങ് ക്ലാസ്സസിൽ നമുക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം പ്രോജക്റ്റ് വിൻഡോയിൽ ഒരു ഇമേജിനെ അല്ലെങ്കിൽ ഒരു എലമെൻറ്റിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പം ഉണ്ടാകുന്ന ഒരു വിൻഡോയും ടൈം ലൈനിൽ ചെയ്യുന്ന വിൻഡോയും സെയിം ആണെന്ന് വിചാരിക്കരുത്. ചെറിയ ഡിഫറൻസ് ഉണ്ട്. ടൈം ലൈൻ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ടൈം ലൈനിൻ്റെ ഒരു ഏരിയ കൊണ്ട് വരുന്നുണ്ട്. പ്രൊജക്റ്റ് വിൻഡോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു എലമെൻറ്റിന് ആ ഒരു ഫൂട്ടേജ് വീഡിയോയോ അല്ലെങ്കിൽ ഇമേജോ മാത്രമായിട്ടുള്ളതായിരിക്കും ഉണ്ടാകുന്നത്. അതിനൊക്കെ പല പല പർപ്പസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഇതിൻ്റെ കീബോർഡ് ഷോർട്ട് കട്ട്സിനെ കുറിച്ചാണ്. കീബോർഡ് ഷോർട്ട് കട്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എഡിറ്റിൽ വന്നു കഴിഞ്ഞാൽ കീബോർഡ് ഷോർട്ട് കട്ട്സ് കിട്ടും. Ctrl+Alt+ ആ ഒരു സിമ്പിളാണ് വരുന്നത്. കണ്ടില്ലേ, ഇവിടെ പേർപ്പിൾ കളേഴ്സിൽ കാണുന്ന കാര്യങ്ങളാണ് ഷോർട്ട് കട്ട്സ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഷിഫ്റ്റും കൺട്രോളും ഓൾട്ടും ഒക്കെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് കട്ട്സ് കാണാൻ പറ്റും. ഡബിൾ ഫങ്ഷൻസ് ഉള്ള ഷോർട്ട് കട്ട്സ് ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്ന നേരം. അപ്പോൾ നമുക്ക് നോർമലായിട്ട് കംപ്ലീറ്റ്ലി പർപ്പിൾ കളറുള്ളത് ഷോർട്ട് കട്ട്സും, പിന്നെ ഈ പർപ്പിൾ പ്ലസ് ഗ്രീന് ഇത് കണ്ടില്ലേ, ഇവിടെ എല്ലാം ഉണ്ട്. പർപ്പിൾ പ്ലസ് ഗ്രീന് ഈ കാണുന്നതിനെല്ലാം ഡബിൾ ഫങ്ഷൻസ് ഉണ്ടാവുക. ഇനിയിപ്പം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഷിഫ്റ്റ് പ്ലസ് ചെയ്യേണ്ട കുറേ ഷോർട്ട് കട്ട്സ് ആണ് ഈ കാണുന്നത്. ആൻഡ് കൺട്രോൾ പ്രസ് ചെയ്താൽ കണ്ടോ വേറെ കുറേ കീസ് കാണിക്കുന്നുണ്ട്. ഷിഫ്റ്റും കൺട്രോളും ഒരുമിച്ച് പ്രസ് ചെയ്ത സമയത്ത് ഉണ്ടാകുന്നത്. ഷിഫ്റ്റ് മാത്രം പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കുറേ ഷിഫ്റ്റിൻ്റെ കൂടെ പ്രസ് ചെയ്യേണ്ട കുറേ ഷോർട്ട് കട്ട്സും, ഷിഫ്റ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ കൺട്രോൾ മാത്രം പ്രസ് ചെയ്തു. Ctrl A, Ctrl S, Ctrl D എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പോൾ D ആണെങ്കിൽ Ctrl D ആണ്, Ctrl X ആണ്, Ctrl Z ആണ്, Ctrl C, അങ്ങനെ കൺട്രോൾ കൂടെ പ്രസ് ചെയ്യേണ്ട കേസ് ഇതല്ല. ഇതാണ് ഷോർട്ട് കട്ട്സ്. കൺട്രോളിൻ്റെ ഓഫ് ചെയ്തു. ഞാൻ ഓൾട്ടിൻ്റെ എടുക്കുമ്പോൾ കണ്ടോ Alt+W, Alt+B അങ്ങനെ ഓരോരോ കീസ് ഇവിടെ കാണാം. ഇനിയിപ്പം ഷിഫ്റ്റും ഓൾട്ടും ചെയ്യുന്ന സമയത്ത് ഷോർട്ട് കട്ട്സ് ഉണ്ട്. നെക്സ്റ്റ് കൺട്രോളും ഷിഫ്റ്റും കൺട്രോളും ഓൾട്ടും ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഓരോന്നിനെക്കുറിച്ചും നമുക്ക് ഇവിടെ കാണാൻ പറ്റും എങ്ങനെയാണ് കോമ്പിനേഷൻ വരുന്നത്. ഇനി ഒരു കീയുടെ ഷോർട്ട് കട്ട് അറിയണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ കീയുടെ ഷോർട്ട് കട്ട്സിൻ്റെ കാര്യങ്ങളും കംപ്ലീറ്റ് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. ഓക്കെ, ഷോർട്ട് കട്ട്സ് ഇൻ ദ സെൻസ് കമാൻഡ്, എന്താണ് കമാൻഡ്, മോഡിഫയേഴ്സ് എന്താണ് എന്നുള്ളത്, അതിൻ്റെ ഷോർട്ട് കട്ട്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി എന്തെങ്കിലും കീസ് കാണുന്നില്ല എങ്കിൽ എനിക്ക് റൊട്ടേഷൻ വേണം. ക്ലിക്ക് റൊട്ടേറ്റ് എന്ന ഓപ്ഷൻ ഇവിടെ ഈ സെർച്ച് പാനലിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ താഴെ റൊട്ടേറ്റിൻ്റെ എല്ലാ കീബോർഡ് ഷോർട്ട് കട്ട്സും ഇവിടെ അവൈലബിൾ ആയിരിക്കും. ആൻഡ് നമുക്ക് ഓപ്ഷൻസും ഉണ്ട്, ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ ഇവിടെ ഓപ്ഷൻ വന്നിരിക്കുന്നുണ്ടോ, Shift+V എന്നുള്ളത് കിടപ്പുണ്ട്. സൈക്കിൾ 3D ഗിസ്മോ മോഡ് ഫോർവേഡ്. സോ Shift+V എന്നുള്ളതിന് വേറെ ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ചേഞ്ച് വരും. പുതിയൊരു കീ അവിടെ അസൈൻ ആവുന്നുണ്ട്. പക്ഷേ ഞാനതിന് വേണ്ടി പോകുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി മാത്രം വന്നതേ ഉള്ളൂ ഇത് പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ഒരു പുതിയ കണ്ടൻറ്റുമായിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ ഗൈസ്.